ഷിംജിതയും ദീപക്കും സഞ്ചരിച്ചിരുന്ന പയ്യന്നൂരിലെ സ്വകാര്യ ബസ്സിലെ CCTV ദൃശ്യങ്ങളിൽ ഒരെണ്ണത്തിൽ പോലും ഷിംജിതയോട് ദീപക്ക് മോശമായി പെരുമാറുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളില്ല. ഷിംജിതയുടെ പിടിച്ചെടുക്കപ്പെട്ട ഫോണിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട 7ഓളം വീഡിയോകളിൽ ഒന്നിൽ പോലും ദീപക്ക് ഷിംജിതയോട് മൊളസ്റ്റ് ചെയ്യുന്ന രീതിയിലെ വീഡിയോകളില്ല. ബസ്സിൽ നിന്നും പുറത്തിറങ്ങുന്ന ദീപക്കും ഷിംജിതയും സ്വാഭാവികമായി 2 വഴികളിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ മാത്രമേയുള്ളൂ. ഒരു അസ്വസ്ഥത പോലും ഷിംജിത ബസ്സിനുള്ളിൽ പ്രകടിപ്പിച്ചിട്ടില്ല. എന്നിട്ടും ദീപക്കിനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്തുകൊണ്ട്? ഈ പറയുന്ന റിമൈൻഡർ റിപ്പോർട്ടിൽ പറയുന്നത് പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുള്ള വാർഡ് മെമ്പർ ആയിരുന്ന ഷിംജിത, നിയമവശങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഷിംജിത എന്തുകൊണ്ട് ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർത്തുന്നതിന് മുമ്പ് ഒരു കംപ്ലൈന്റ് പോലും ദീപക്കിനെതിരെ കൊടുത്തില്ല? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം എനിക്കും ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് 45,000 രൂപ ദീപക് എന്തിനായിരിക്കും സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചത്? ഇതിലെന്തെങ്കിലും ഹണി ട്രാപ്പിന്റെ കൈയുണ്ടോ? രണ്ടാമതായിട്ട്, എന്നും കാറിൽ സഞ്ചരിക്കുന്ന ഷിംജിത അന്നേ ദിവസം എന്തിന് ബസ്സിനുള്ളിൽ കയറി? തിരക്കുള്ള ബസ്സിൽ കയറി തൻ്റെ ഒരു ഇരയെ കണ്ടെത്തുവാൻ വേണ്ടിയിരുന്നാണോ? ഷിംജിത എന്തിനു വേണ്ടിയായിരിക്കാം തൻ്റെ മൊബൈലിൽ നിന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായിട്ടുള്ള ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഡിലീറ്റ് ചെയ്തത്? എന്താണ് ഷിംജിതയ്ക്ക് മറയ്ക്കാനുള്ളത്? മറ്റൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. ശരിക്കും ദീപക്കിൻ്റെ മരണത്തിൽ ഷിംജിത മാത്രമാണോ ഉത്തരവാദി? അല്ല എന്ന് ഞാൻ പറയും. കാരണം സോഷ്യൽ മീഡിയ കൂടിയാണ്, യൂട്യൂബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ കമൻറ്റോളികളുണ്ട്. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഷിംജിതയ്ക്ക് 9,000 ഫോളോവേഴ്സാണ് യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. ആ 9,000 ഫോളോവേഴ്സ് ഷിംജിത ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ 12,000 ഫോളോവേഴ്സായി മാറി. മുന്നും പിന്നും നോക്കാതെ, ശരിയും തെറ്റും തിരിച്ചറിയാതെ ഒരു പെണ്ണ് തനിക്ക് അനുവദിക്കപ്പെട്ടുള്ള നിയമങ്ങളെ അല്ലെങ്കിൽ തൻ്റെ പ്രിവിലേജിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഒരാണിനെതിരെ വീഡിയോ ഇട്ടപ്പോൾ കമ്പും അല്ലെങ്കിൽ അരയും തലയും മുറുക്കി ഇറക്കിയ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പരിപൂർണ സപ്പോർട്ട് ഈ പറയുന്ന ഷിംജിതയ്ക്ക് കിട്ടി. പക്ഷേ അതിലെ ശരിയെന്ത്, തെറ്റെന്ത്, നെല്ലേത്, പതിരേത് തിരിച്ചറിയാൻ സമൂഹം മെനക്കെട്ടില്ല. തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും ഒരു ജീവൻ നഷ്ടമായി. അപ്പോൾ ഈ ഷിംജിതയുടെ ഉപദ്രവം കൊണ്ട് മാത്രമാണോ ദീപക് മരണപ്പെട്ടത്? തുടർച്ചയായ സൈബർ ബുള്ളിയിങ് അല്ലേ? അങ്ങനെ മരിക്കുന്ന ഒരു മനുഷ്യനാണ് ദീപക് എങ്കിൽ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന അന്നേരം അയാൾ മരിക്കണമായിരുന്നു. ആ സമയം അയാൾ മരിച്ചിട്ടില്ല. ആദ്യം പോസ്റ്റ് ചെയ്ത അപ്പം തന്നെ ഇയാൾ മരിച്ചിട്ടില്ല. റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷിംജിത ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോഴാണ് സൈബർ ബുള്ളിയിങ് കമൻറ്റുകൾ. ഒരു മുഖമില്ലാത്ത ഒരു ഐഡിയയിൽ ഇരുന്നു കൊണ്ട് ഒരാളെ നമുക്ക് എന്തും വിളിച്ചു പറയാൻ എളുപ്പമാണ്. എല്ലാവരുടെയും മനക്കരുത്ത് ഒരുപോലെ ആവണമെന്നില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തൊഴിലിടങ്ങളിൽ കൊളീഗ്സിനെ നേരിടാൻ കഴിയാതെ നീ ഇത്തരക്കാരനായിരുന്നോ, ഞാൻ ഇതറിഞ്ഞില്ല എന്നുള്ള പുച്ഛത്തോടെയുള്ള നോട്ടഭാവം നേരിടാനാവാതെ അയാൾ ഒരു മുറിയിൽ ആ ഒരു മുഴം കയറിൽ തൂങ്ങി മരിക്കുമ്പോൾ സത്യത്തിൽ അയാളെ കൊല ചെയ്തത് ഷിംജിത മാത്രമല്ല, നമ്മിൽ ഓരോരുത്തരുമാണ്. ഇത്തരത്തിൽ സൈബർ ബുള്ളിയിങ് ചെയ്യുന്ന കമൻ്റ് ഇടുന്ന ഓരോ വ്യക്തികളുമാണ് ഇതിനുത്തരവാദി. എന്നിട്ട് ഇന്ന് ഷിംജിത അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അങ്ങ് കിടന്ന് നിലവിളിക്കുകയാണ്, ഷിംജിതയെ തൂക്കിക്കൊല്ലണം. നിങ്ങൾ തന്നെയല്ലേ ആദ്യം അവനെ തൂക്കിക്കൊല്ലണമെന്ന് പറഞ്ഞത്, അവൻ്റെ മറ്റിടം ചെത്തിയെടുക്കണമെന്ന് പറഞ്ഞത്? എന്തു നിലപാടാണ് നിങ്ങൾക്കൊക്കെ ഉള്ളത്? ഇനി വേറൊരു ചോദ്യം. ഈ യൂട്യൂബേഴ്സ് വെച്ചിരുന്ന തമ്പനയിൽ കണ്ട് ഞാൻ കുറേ ചിരിച്ചു ചത്തു. ഒരു വിഷയം കയ്യിൽ കിട്ടണ്ട, അങ്ങ് എടുത്തിട്ട് കത്തിക്കുക. ചിലരുടെയൊക്കെ തമ്പനയിലുണ്ട് നമ്മൾ ചിരിക്കും. ഷിംജിതയെ ദുബായ് എയർപോർട്ടിൽ വെച്ച് കണ്ട വ്യക്തി സംസാരിച്ചു. ഷിംജിത ദുബായിക്ക് കടന്നു. ദുബായിൽ നിന്ന് ഷിംജിതയുടെ വീഡിയോ പുറത്തു വന്നു. സത്യത്തിൽ കേരള പോലീസും എന്നെപ്പോലുള്ള യൂട്യൂബേഴ്സും ഇത് കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ്. എയർപോർട്ടിൽ പോലും പോയിട്ടില്ലാത്ത ഷിംജിതയെ എയർപോർട്ടിൽ വെച്ച് കണ്ടു. ഫ്ലൈറ്റിനകത്ത് കയറി ദുബായ് വരെ ഷിംജിത എത്തി. ഒരു അന്വേഷണം നടത്തുന്ന ആളുകളെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള തമ്പനയിൽ വെച്ച് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അല്ലേ ഇവര്? ഷിംജിത കണ്ടന്റിനും റീച്ചിനും വേണ്ടി ചെയ്തു എന്ന് പറയുന്ന നിങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെ കള്ളം പറഞ്ഞുള്ള വീഡിയോകൾ ചെയ്യുന്നത്, മിസ്ലീഡിങ് തമ്പനയിലുകൾ വയ്ക്കുന്നത്? നിങ്ങൾക്കും ആവശ്യം റീച്ച് തന്നെയാണ് അല്ലേ? അപ്പോൾ റീച്ചിന് വേണ്ടി ആദ്യം നിങ്ങൾ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുക,
അല്ലെങ്കിൽ ആ മനുഷ്യനെതിരെ കമന്റ് ഇട്ട് നിലവിളിക്കുക. അത് കഴിഞ്ഞൊരു ജീവൻ പോയി കഴിയുമ്പോൾ നേരെ തിരിഞ്ഞ് അയ്യോ നീതി വേണമെന്ന് പറഞ്ഞ് സത്യത്തിൽ നിങ്ങളൊക്കെ എന്തുവാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഒരു വിഷയം വരുമ്പോൾ ഇപ്പോൾ ഈ ഇടയ്ക്ക് ദിലീപിന്റെ കേസിൽ ഞാൻ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അതിജീവിതകൾ എന്നുള്ള പേര് മാറി ഇപ്പൊ മുലജീവിതകൾ അല്ലെങ്കിൽ എന്താ പറയുക ജാക്കി ജീവിതകൾ എന്നൊക്കെ തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പെണ്ണ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക. അപ്പൊ ചോദിക്കുക രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന്. ഞാൻ അവിടെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ റീസൺ, രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഒരു ജനപ്രതിനിധിയാണ്. ആൻഡ് ഹീസ് നോട്ട് വിത്ത് വൺ വുമൺ, ഒരാളോടൊപ്പമല്ല, പല സ്ത്രീകളോട് ഒരേ തരത്തിലുള്ള ഒരു സെക്ഷൽ മാനിയക്കായിട്ടുള്ള ഒരു രീതിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഫോളോ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല കുഞ്ഞുങ്ങളെ ഉണ്ടായ ഭ്രൂണത്തവരെ കൊല്ലുന്ന രീതിയിലേക്കുള്ള അയാളുടെ പ്രവൃത്തികളോട് എനിക്ക് യോജിപ്പില്ല. അതവിടെ നിൽക്കട്ടെ. ഇത് ഈ ദിലീപിന്റെ വിഷയത്തിലാണെങ്കിലും ഈ പറയുന്ന ദീപകിന്റെ വിഷയത്തിലാണെങ്കിലും പെണ്ണ് എന്താ പറയുക, എനിക്ക് അവരെ ഒന്നും അതിജീവിതയായിട്ട് കാണാൻ കഴിയുന്നില്ല ശരിക്കും. ഇവരൊക്കെ റീച്ച് അല്ലെങ്കിൽ എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ ചോദിക്കും ദിലീപിന്റെ വിഷയത്തിൽ അതിജീവിത അല്ലെങ്കിൽ റീച്ചില്ലേന്ന്. അങ്ങനെയല്ല, ആ സ്ത്രീ വേറെ എന്തോ കാര്യത്തിന് വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇവിടെ ഈ മുലജീവിത റീച്ചിന് വേണ്ടി ചെയ്തതാണ്. എന്തായാലും ഫോളോവേഴ്സ് കിട്ടി, ഇനി ജയിലിലിരുന്ന് റീൽസ് ഇടട്ടെ. ഇവളെ ഒന്നും പുറത്ത് വിടരുത്. ഇവളൊക്കെ അതിനകത്ത് തന്നെ വച്ചിരിക്കണം. ഇവളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആക്കപ്പെട്ട സാധനങ്ങളെല്ലാം എടുക്കണം. ദീപക്കിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. പണം തട്ടിക്കാൻ വേണ്ടി പണം ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം തക്കതായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഒരു കഷായം ഗ്രീഷ്മ പോയതുപോലെ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, കേസ് നടക്കുന്നുണ്ട്. അതുപോലെ ഇവള് രക്ഷപ്പെടരുത്. ഒരാൾക്ക് തക്കതായ ശിക്ഷ കിട്ടിക്കഴിയുമ്പോൾ കുറച്ചെങ്കിലും ഭയം ഉണ്ടാകും. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന അത് കണ്ടന്റ്, അമ്മ വീൽ ചെയറിൽ ഇരുന്ന അത് കണ്ടന്റ്, ഒടിഞ്ഞു വീണ് കിടന്ന കണ്ടന്റ്, ആശുപത്രിയിൽ അഡ്മിറ്റായ അതും കണ്ടന്റ്. ഞങ്ങൾക്ക് മതി റീച്ച്, ഡോളർ. ഇങ്ങനെ ചെയ്യുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമാകട്ടെ. എന്തായാലും ഷിംജിത മാത്രമല്ല, ഈ പറയുന്ന ദീപക്കിനെ കൊന്നതിൻ്റെ ഉത്തരവാദി സോഷ്യൽ മീഡിയ മുഴുവനും തന്നെയാണ്. ഇന്ന് അയാൾക്ക് വേണ്ടി നിലവിളിക്കുന്നവർ ഇന്ന് അയാൾ ജീവനോടെ ഉണ്ടായിരുന്നു എങ്കിൽ അവനെ കല്ലെറിഞ്ഞേനെ, അതുറപ്പാണ്. കണ്ണു തുറക്കുക, ചിന്തിച്ച് പ്രവർത്തിക്കുക. ഒരു വിഷയം വരുമ്പോൾ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് വീഡിയോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഓഫ്. സനു ഫ്രം സനുസ് വിഷൻ.